കഴിഞ്ഞാൽ നമുക്ക് അറിവുകൾ കിട്ടുകയും നമ്മൾ നേരാവഴിയിൽ പോകാനോ ഒക്കെ പറ്റും. പല മാർഗങ്ങളും നമുക്ക് ചിന്തിക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ അറിവുള്ളവരെ നമ്മൾ സ്വീകരിക്കുകയും അവരോടൊപ്പം ഒത്തുപോവുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ ഇടന്ന് അടിയും പിടിയും കൂടുക, അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖവും കുശുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുക, പരദൂഷണം പറയുക, ഇതെല്ലാം മാറ്റിയിട്ട് ഇത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരുമായിട്ട് സ്നേഹമായിട്ട് ഇടപെടണം. മനുഷ്യരുമായിട്ട് ഓരോ വ്യക്തിയായിട്ടും സ്നേഹമായിട്ട് ഇടപെട്ട് പോയാൽ നമുക്ക് ഒരുപാട് വിജയസാധ്യതകളുണ്ടാവും. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അസൂയയും കുശുമ്പും പരദൂഷണവും പറയാതെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തലമുറയിൽ നമുക്ക് കുറേ ചിത്രങ്ങൾ കുറേ വീടുകളിൽ ആക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും പ്രദർശനം സംഘടിപ്പിച്ച ബിജുമോൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും ആശംസകളുണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ചിത്രകാരന്മാർ, എന്നെ ഈ ഒരു വേദിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് പങ്കെടുപ്പിച്ച് അഭിനന്ദനങ്ങൾ നൽകിയ നല്ലവരായ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. 1972 ഞാൻ സ്കൂൾ ഓഫ് ആർട്സ്, ഇപ്പോഴത്തെ കോളേജ് ഓഫ് ഫൈനാൻസിൽ പഠിക്കാനായിട്ട് വന്നു. അതിനുശേഷം ഈ ട്രിവാൻഡ്രം പാളയം മ്യൂസിയത്തിൻ്റെ പരിസരം വിട്ട് എങ്ങോട്ടും ജോലിക്ക് പോയിട്ടില്ല. 10-30 വർഷം ഇതിനെ ചുറ്റിപ്പറ്റി ജീവിച്ച ഒരാളാണ്. ജോലി ഉണ്ടായിരുന്നു മാപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ, പല സ്ഥലത്തായിരുന്നു. പക്ഷെ ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ പരിസരത്ത് തന്നെയായിരുന്നു ഓഫീസ്. അപ്പോൾ എന്നും എനിക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഞാനിവിടെയൊക്കെ നടന്ന് കാണും. ഞാൻ പ്രത്യേകിച്ച് അതൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ചിത്രകാരന്മാർ ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ എക്സിബിഷൻ നടത്തി ഇങ്ങനെ പോയി മറഞ്ഞു പോവുകയാണ് കണ്ടിട്ടുള്ളത്. തക്കതായ ബെനിഫിറ്റുകൾക്ക് കിട്ടുന്നോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല. സർക്കാർ ജോലിയുള്ളവർക്ക് അതിൻ്റെ ഒരു പിൻബലത്തോടു കൂടി അവരുടെ വർക്കുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്നു. പിന്നെ എല്ലാവരും ആ സമയത്ത് തുടക്കം 72-76 വരെയാണ് ഞാൻ ഇവിടെ പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ആ പീരീഡിൽ മ്യൂറൽ പെയിൻ്റൊന്നും അത്ര പ്രസിദ്ധി വന്നിരുന്നില്ല. അതിനുശേഷം പല പല അവസരങ്ങളായിട്ട് അത് വരികയും ഈ ക്രിയേറ്റീവ് ആർട്ടിൽ നിന്ന് മാറി അത് ഡെവലപ്പ് ചെയ്യുകയും സാറിനെ പോലെ ഉള്ളവരുടെ അഴിക്കോട് സാറിനെ പോലെ ഉള്ളവരുടെ പ്രയത്നം കൊണ്ടും ഒക്കെ അത് കുറേച്ചൊക്കെ സാറിന് ഒരുപാട് വരയ്ക്കാൻ സാധിക്കും. നമുക്കൊക്കെ കാണാനും എല്ലാ അവസരം കിട്ടി. പിന്നെ അതങ്ങ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ ഇപ്പോൾ സെപ്പറേറ്റായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാധാന്യമില്ലാത്തത് പെട്ടെന്നാണ് ഡെവലപ്പാവുകയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിലേക്ക് തിരിയുകയും അതുകൊണ്ട് ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് കൊണ്ട് ഒരുപാട് ചിത്രകാരന്മാർ ഇപ്പോൾ ജീവിച്ചു പോവുകയാണ്. ഇതിലായാലും മരപ്പിലായാലും. അതുപോലെ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ നമുക്ക് ചില വിഭാഗമാക്കി മാറ്റി ഒരു സംവിധാനം സർക്കാരിനെ അത് സാധിക്കും. പോർട്രേറ്റ് വിഭാഗം, ക്രിയേറ്റീവ് വർക്ക്, ഇതെല്ലാം അക്കാദമി ഇതൊക്കെ പ്രത്യേകമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിലും വാട്ടർ കളറിൻ്റെ മാത്രമായിട്ട് അക്കാദമി ഒരു കോമ്പറ്റീഷനോ മറ്റ് കോമ്പറ്റീഷനോ ഒരു വേദി ഉണ്ടാക്കാത്തത് കാരണം അത് ഡെവലപ്പായി വരുന്നില്ല. മ്യൂറലിനെ പോലെ ഡെവലപ്പായി വന്നിട്ടില്ല. അങ്ങനെ സെപ്പറേറ്റായിട്ട് മാറ്റി ഒരു കോമ്പറ്റീഷനോ
എക്സിബിഷനോ ഒക്കെ നടത്തുകയാണെങ്കിൽ ആ വിഭാഗത്തിൽ ഒരുപാട് പേർക്ക് പ്രോത്സാഹനം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 2-3 കൊല്ലത്തിനിപ്പുറമാണ് പട്ടതിരി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇതിനകത്തുള്ളത് തന്നെ ആർട്ട് പണ്ട് എല്ലാവരും പഠിച്ചിരുന്ന കാലത്ത് പഠിച്ചിരുന്നതായ സംഭവം തന്നെ സെപ്പറേറ്റായിട്ട് മാറ്റി അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് അതങ്ങ് ഡെവലപ്പായി വന്നു. ഇപ്പോൾ അത് എല്ലാ വേദിയിലും അതിൻ്റെ എക്സിബിഷനും ചർച്ചകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. അതുപോലെ എല്ലാത്തിനും സെപ്പറേറ്റായിട്ട് ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ട്, മ്യൂറൽ ചെയ്യുന്നവരുണ്ട്, വാട്ടർ കളർ ചെയ്യുന്നവരുണ്ട്, ഓയിൽ പെയിൻറ്റ് ചെയ്യുന്നവരുണ്ട്, പോർട്രേറ്റ് ചെയ്യുന്നവരുണ്ട്, ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പടങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ മാത്രമാണ് ഒരു എക്സിബിഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മികച്ച ചിത്രങ്ങളുണ്ടാകും. അതുപോലെ പോർട്രേറ്റ് എന്ന് പറയുന്നത് പിന്നെ സാധ്യതകൾ കുറവാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്നത് കാരണം നല്ല പോർട്രേറ്റ് വർക്കുകളൊന്നും നമുക്ക് ഇന്നിപ്പോൾ പിന്നെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അല്ലതൊക്കെ കാണാൻ പറ്റും. പക്ഷെ ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചോ നല്ല പോർട്രേറ്റ് വർക്കുകളുടെ ഒരു എക്സിബിഷൻ നടക്കാറില്ല അതിൻ്റെ മാത്രമായിട്ട്. നല്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിൽ കഴിവുള്ളവർക്ക് എന്തെങ്കിലും പ്രോത്സാഹനം നൽകാനും ഒക്കെ ഉള്ള അവസരം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ കളർ, അതിൻ്റെ ടെക്നിക്കുകൾ അറിയാവുന്ന ആൾക്കാരുടെ ശൈലിയും രീതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വേദിയിലോട്ട് വന്നാലേ പ്രയോജനം ഉണ്ടാവും എന്നാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അത്തരം ചിത്രങ്ങൾ വരയ്ക്കാനുള്ള അവസരം കിട്ടുകയുള്ളൂ. പിന്നെ അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. പിന്നെ വളരെ ത്യാഗമാണ് ഇവിടെ ഒരു എക്സിബിഷൻ നടത്തുക എന്നുള്ളത്. എന്തുമാത്രം ചിലവാണ് ഇതിൻ്റെ പിന്നിൽ നമുക്കുണ്ടാകുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് സ്വന്തം പൈസ മുടക്കി തൻ്റെ കഴിവ് മറ്റുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എക്സിബിഷൻ നടത്തുകയാണ്. ഇതിൽ വേറെ ഒന്നും പറയാനായിട്ട് ഓഡിയൻസ് ആയിട്ടുള്ള എല്ലാ ചിത്രകാരന്മാരാണ്, എന്നെ പോലെ തന്നെ ചിത്രകാരന്മാരും നമ്മളെ കൂട്ടുകാരും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ വലുതായിട്ട് ഉപദേശിക്കാനൊന്നുമില്ല. ജോസ്മോളുടെ ഒരു ആദ്യത്തെ സംരംഭം നന്നായി വരട്ടെ, ഇതുപോലുള്ള അവസരം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഉദ്ഘാടനം ചെയ്തത് കാരക്കാമട്ട വിജയകുമാർ, നമ്മുടെ വേദിയിലിരിക്കുന്ന ജി അഴിക്കോട് സാറിൻ്റെ പത്നി ശ്യാമളമാരി ടീച്ചർ, കാർട്ടൂണിസ്റ്റ് സതീഷ്, ആര്യനാട് രാജേന്ദ്രൻ തുടങ്ങി വേദിയിലുള്ള എല്ലാവരും, അത് പോയിട്ട് സദസ്സിലുള്ള എല്ലാ കലാകാരന്മാർക്കും ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ജിഷി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അങ്ങനെ പ്രസംഗിക്കുക ഇതൊന്നുമല്ല, ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ വീനസിൽ 58 മുതൽ 59 2-3 വർഷം അവിടെ സ്കൂളിൽ 8, 9, 10 പഠിക്കുന്ന സമയത്ത് 2 മാസത്തെ ലീവിന് അവിടെ പോകുമായിരുന്നു വീനസിൽ. പക്ഷെ നേരത്തെ സാറ് 56 കാരമണത്ത് ഒന്ന് ചെറുതായിട്ടൊരു തുടങ്ങി 4-5 പേര് അവിടെ പഠിക്കുന്ന ഞാൻ സ്കൂൾ വിട്ട് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരു ഇതുണ്ടായി. അത് കഴിഞ്ഞ് 60 SLC എല്ലാം കഴിഞ്ഞതിന് ശേഷം 60 മുതൽ 63 വരെ റെഗുലറായിട്ട് അവിടെ പഠിക്കും. അപ്പോൾ 60 പിന്നെ
KGT പരീക്ഷ എഴുതാൻ പോയി. അത് കഴിഞ്ഞ് 61 KGT എഴുതി, 62 പിന്നെ KGTയുടെ ഡിസൈനും ക്രിയേറ്റീവ് കഴിഞ്ഞ് 63 KGT. അപ്പോൾ രണ്ടാമത്തെ വർഷമാണ് KGTക്ക് ഹയറിന് അവിടെ തുടങ്ങി. 62 തുടങ്ങിയത്. അതിന് മുമ്പേ ലോവറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഹയർ. അപ്പോൾ രണ്ടാമത്തെ 63 ഹയർ പാസ്സായി. അതിനുശേഷം ഞാൻ ആർമിയിൽ പോയി. ആർമിയിൽ 64 ആർമി പോയി. 66 ലീവിന് വന്നപ്പോൾ വീനസ് സാറിനെ കാണാൻ പോകും. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ സാറ് ചോദിച്ചു, 2 മാസം ചെയ്യും. ഞാൻ പറഞ്ഞ് സ്റ്റാമ്പർക്ക് കിട്ടി. അപ്പോൾ നീ ഇവിടെ എടുത്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു 10-12 പിള്ളേരുണ്ട്, ബാക്കി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ രഘുത്തമ സാറും പിന്നെ രാമേന്ദ്ര, ഇവർക്ക് ജോലി കിട്ടി അവർ പോയി. അവിടെ വേറെ ആരും പഠിപ്പിക്കുകയില്ല. ഞാൻ 6 മാസമായപ്പോൾ ലോവറിനായിരുന്നു സുകുമാരൻ, അവിടെ സുകുമാരനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ 2 മാസം അവിടെ സമ്പർക്കത്തെയും 10-12 പേര് അവർ ഫ്രീ ആയിട്ടൊക്കെ എന്തെങ്കിലും വരച്ചു വന്നാൽ തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് നേമം കൃഷ്ണൻ നായർ, അന്ന് കൊല്ലങ്കോടാണ് കൃഷ്ണൻ, സദാശിവൻ, പൂർണ്ണ സുരൻ, അതിന് എല്ലാവരും മറ്റിന് 2-3 പേരേ ഉള്ളൂ. ഒരു ടീച്ചർ പേര് ജഗദമ്മ എന്ന രാജമ്മ, അവരെല്ലാം മരിച്ചു. അവരെല്ലാം നല്ല സ്റ്റുഡൻസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൽ ചിലരെല്ലാം നല്ല പേര്, കൃഷ്ണൻ നായരെല്ലാം നല്ല വർക്ക്, പിന്നെ മണലിലുള്ള വർക്കൊക്കെ ചെയ്ത് നല്ല പേരാണ് നേമകൃഷ്ണൻ നായർ. ഇവരൊക്കെ അന്ന് അവിടുത്തെ സ്റ്റുഡൻ്റാണ്. ഞാൻ 71 വരെ 66 മുതൽ 71 2 മാസം ലീവിന് വരുമ്പം അവിടെ പോവും. ഇവരൊക്കെ പഠിപ്പിക്കുമായിരുന്നു. 71 മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോവും, സാറിനെ കാണും, അങ്ങ് പോകും. വേറെ പഠിപ്പിക്കാനോ എടുക്കാനോ പോകില്ല. പിന്നെ 85 പെൻഷൻ വന്നതിന് ശേഷം ആണ് വീണ്ടും അവിടെ പോയി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഹയർ പിന്നെ പെയിൻറ്റിങ് എഴുതുന്നത്, ഹയർ പെയിൻറ്റിങ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം അവിടെ വീനസിൽ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്കുള്ള പലരും വീനസിൽ ഒരുപാട് പേര് പഠിച്ചിരുന്നു. പിന്നെ 1-2 വർഷം ഇടയ്ക്ക് വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരിക്കൽ രണ്ടാമത്തെ ഒരു ഇതിൽ പോയപ്പോഴാണ് ഇവരെ കൊണ്ടായിരുന്നു. അന്ന് ഒരു കൊച്ചുകുട്ടി, നല്ല സ്മാർട്ട്, ചുറൂറുക്കൊക്കെ ഉള്ള ഒരു കുട്ടി. അത് കഴിഞ്ഞ് ഇവരെ ക്ലാസ്സെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് അവർ പോയി. ഞാൻ പിന്നെ അവരെ ഒന്നും കാണാറില്ല. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ജിഷിയെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്, ഒരു ഇതുപോലില്ല. അവരെ വീട്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞ് പോയി, തിരുവനന്തപുരത്ത് എവിടെയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞൊരിക്കൽ പേപ്പറിൽ ഇവളുടെ ഒരിത് കണ്ടു, വർക്ക് ചെയ്യുന്നതും പേരും അതൊക്കെ. ഞാൻ പിന്നെ വിളിച്ച് സംസാരിച്ച് അതിനുശേഷം പക്ഷെ കണ്ടപ്പോൾ പണ്ടത്തെ അതേ കുട്ടി തന്നെ ഇപ്പോഴും അതെ 30 വർഷം കഴിഞ്ഞിട്ടും ആ സൈസ് തന്നെ, ആ ചൂടൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ വിളിച്ചു, സാറേ ഇങ്ങനെ ഡിബേറ്റ് തുടങ്ങുമ്പോൾ സാർ വരണം. അത് ശരി നോക്കാമെന്നോ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ വീനസിൽ പഠിച്ച കുറച്ച് പേര് ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്ത്, അത് വീനസിൽ പഠിക്കാത്ത 2 പേരുണ്ടായിരുന്നു. ഒന്ന് പ്രദീപ് പേരാടൻ, പിന്നെ ഒരു മായ. ഇവരവിടെ പഠിച്ചിരുന്നില്ല, പക്ഷെ ഇവരും വന്ന് പടങ്ങൾ കളിച്ചിരുന്നു. പക്ഷെ അവസാനം സർട്ടിഫിക്കറ്റ് മറ്റെല്ലാവർക്കും വന്ന് സർട്ടിഫിക്കറ്റും ഇതൊക്കെ കൊടുത്തു. ഇവർ വന്നില്ല. അപ്പം ഞാൻ പേടനെ വിളിച്ചോ, പേടൻ പറഞ്ഞു, സാറേ ജിഷി എന്ന് പറഞ്ഞാൽ എനിക്ക് വരാനുള്ള അസൗകര്യങ്ങളാണ്. ജിഷി എന്ന് പറഞ്ഞാൽ അവളെ കൊടുത്തേച്ചു. ഞങ്ങൾ ജിഷിയെ വന്നിട്ടില്ല. പിന്നെ ഒടുവിൽ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഞാൻ ഇവരുടെ 4 മായയുടെ ഇവരുടെ 4-5 പേരുടെ സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന് അഴീക്കോട് സാറിനെ കൊണ്ട് അത് കൊടുപ്പിച്ചു. അങ്ങനെ ഒരാൾ എനിക്ക് പടം വരച്ച് തരാനുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ അവിടെ ചട്ടമ്പിസ്വാമിയുടെ പേര്, അതായത് നാരായണ ഗുരു പറഞ്ഞ പരിപൂർണ കലാനിധി ചട്ടമ്പിസ്വാമി, പരിപൂർണ കലാനിധി ചെറിയ ആർട്ടിക്കാരാണ്. അവരാണ് ഇപ്പം ഇപ്പോൾ എനിക്ക് ഒന്നാമത് കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, താഴോട്ടൊന്നും കണ്ടുകൂടാ, വീഴാൻ പോകും. അപ്പം എന്നാലും ചുമ്മാ ഇരിക്കുമ്പോൾ ചില പടങ്ങൾ വരയ്ക്കണം, അഴിച്ച് വരയ്ക്കാമെന്നുള്ളത്. കാരണം ഒരിക്കൽ വരുന്ന 2ാമത്
വിദ്യാരാജ വേദാന്ത പഠന കേന്ദ്രം അവിടെ, അത് ഇപ്പം 30 വർഷമായി തുടങ്ങി. ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ അംഗമായിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ അതിലൊരു നിർവാഹക സമിതി അംഗമാണ്. അപ്പോൾ ഇവർ അന്ന് അതിന് പിന്നെ ചട്ടമ്പിസ്വാമിയുടെ പേരിൽ നല്ല ബുക്ക് പുതുതായിട്ട് ഇറങ്ങുന്ന ബുക്കിന് പിന്നെ അത് പോയിട്ട് പിന്നെ കാരുണ്യനിധി എന്ന് പറഞ്ഞിട്ട് പല ഇതൊക്കെ ചെയ്യുന്ന അവർക്കൊരു അവാർഡ്, പിന്നെ കലാനിധി അവാർഡ്, ഈ ഓമനക്കുട്ടി അവരവർക്കൊക്കെ കലാനിധി അവാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ പിന്നെ ഹാർമോണിസ്റ്റ്, പിന്നെ മൃദംഗം, കടം, വയലിൻ, പിന്നെ വാപ്പാട്ട് ഇവർക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഇത്രയും കാലം മറ്റുള്ളവർക്കല്ല, ഒരു കലാകാരൻ, ഒരു ആർട്ടിസ്റ്റിന് ഒരു ഇത് കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ പറഞ്ഞു ശരി. ഞാൻ പറഞ്ഞ ആളുണ്ട്, ഞാൻ ഹൈക്കോടതി സാറിന് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഹൈക്കോടതി സാറിന് കഴിഞ്ഞ വർഷം കൊടുത്തു. ഈ വർഷം പിന്നെ സുബ്രഹ്മണ്യനാണ് കൊടുത്തത് വയലിൻ, ഈ വർഷം കലാനിധി. അങ്ങനെ കഴിഞ്ഞ വർഷം സാറിന് അന്ന് ഒക്കെ വന്നിരുന്നു. രണ്ട് നീ അന്ന് മലേഷ്യയിൽ എവിടെ പോയെന്ന് പറഞ്ഞു. വന്നില്ല. അങ്ങനെ ആ ഒരു നടക്കുകയാണ്. പിന്നെ ജിഷി എന്ന് വിളിച്ച്, അപ്പം ഇവിടെ നമ്മുടെ വീനസ് പഠിച്ച കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് പഠിച്ചവരുണ്ട്, ഞാൻ ഉള്ള സമയത്ത് പഠിച്ചവരുണ്ട്. അപ്പം അതുപോലെ അവരെല്ലാം അതിൽ പലരും ബിജു പിന്നെ ഇവരൊക്കെ ഇന്നും ഈ കലാപരമായിട്ടുള്ള ഇതിലാണ് അവരുടെ ജീവിതം. കാരണം പണ്ടൊക്കെയാണെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് സമയത്ത് അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ലോവർ ഫ്രീ ആൻഡ് ഡീസൻ്റ് ഒരു ലോവർ പാസ്സാകുന്ന ടീച്ചറായിട്ട് ജോലി കിട്ടും. ഇപ്പം അതൊന്നുമല്ല. ഇപ്പം പിന്നെ ഡിപ്ലോമ, പിന്നെ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ വെറുതെ നിൽക്കുന്നുണ്ട്. ഇപ്പം ജോലിക്കൊന്നുമില്ല. ഇങ്ങനെ പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് ജീവിക്കുക, ബോർഡ് എഴുത്തോ, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പം കിട്ടുന്നവർക്ക് നല്ലത്. അതുകൊണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമല്ലോ. പക്ഷെ ആരും ഈ കലയെ വെറുതെ കളയുന്നത്. അല്ലാതെ സ്കൂൾ പിടിക്കുന്ന പിള്ളേരും ഈ വരയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പല ഉപകരണങ്ങളുണ്ടാവും. പഠിത്തത്തിൽ തന്നെ പല റെക്കോർഡ് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഞാൻ ഇതിലൂടെ വന്ന ഇതെല്ലാം കണ്ട് പടങ്ങളെ കണ്ടില്ല, എന്നെ കാണണം. നിങ്ങളെല്ലാം പിന്നെ ബിജുവിനെ വല്ലപ്പോഴും കാണും. നാട്ടിൽ പോകുമ്പോൾ ബിജുവിനെ ചില പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ബാക്കി ആരെയും കാണാനുള്ള സൗകര്യമില്ല. കാരണം ഞാനിപ്പോൾ അങ്ങനെ വെളിയിലൊന്നും പോകാനുമില്ല. എനിക്കത് നല്ല സുഖമില്ല. ഒന്നാമത് കാഴ്ചയുടെ ഇതൊക്കെയാണ് പ്രശ്നം. പക്ഷെ എല്ലാവർക്കും മംഗളങ്ങളും എല്ലാവരുടെ ഭാവി നന്നാവട്ടെ. നല്ല കലാകാരന്മാരുടെ വർക്കുകൾ, നല്ല വർക്ക് കിട്ടും. എല്ലാവരും കലാകാരൻ, നല്ല വർക്കുകൾ കിട്ടട്ടെ. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പേരൊക്കെ പറയുന്നില്ല. ഇത്രയും സമയം ജിഷിമോളെ ഈ ആത്മനെക്കുറിച്ചൊക്കെ ഒത്തിരി പേര് സംസാരിച്ചു. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനായിട്ടുമില്ല. പക്ഷേ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ഉള്ളൊരു കൊച്ചുകുട്ടിയെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഒരു ചെറുമോളുടെ ഇതേ ഉള്ളൂ അവർക്ക്. ആ പ്രായത്തിൽ ഇങ്ങനെ അവളുടെ മനസ്സിൽ തോന്നിയതും ഇത്രയും പ്രഗത്ഭനായെന്ന് തന്നെ പറയണം. എന്നെ ആർട്ടിസ്റ്റുകളെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ തോന്നിയ ഒരു മനസ്സിനെ എന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു എക്സിബിഷനാണ്. പക്ഷേ എൻ്റെ പെയിൻറ്റിങ് ഇല്ല, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിനെ ഞാൻ ഖേദിക്കുന്നു. പക്ഷെ കണ്ടെടുത്തോളം എല്ലാ പെയിൻറ്റിങ്ങും ഒന്നിനൊന്നും മികച്ച പെയിൻറ്റിങ്ങാണ്. ഒന്ന് മോശവും ഒന്ന് നല്ലതെന്ന് പറയാനായിട്ടില്ല. ഇത്രയും പേരെ സംഘടിപ്പിച്ച് ഇത്രയും നല്ലൊരു എക്സിബിഷൻ കാഴ്ചവെച്ച ജഷിമോളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കൊച്ചുമോളെ പോലെയാണ്. അവൾക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനം. കൂടുതലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അത് അഭിനന്ദിക്കുന്നു. ഇത്രയും പെയിൻറ്റിങ് കൊണ്ട് സംഘടിപ്പിച്ച് ആ ഒരു എക്സിബിഷൻ നടത്തിയതിന് പ്രത്യേക അഭിനന്ദനം കൊടുക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കൂടുതലൊന്നും സംസാരിക്കാനുള്ള അറിവൊന്നുമില്ലാത്ത ആളാണ് ഞാൻ. എങ്കിലും ചുരുക്കം ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇതുപോലെ ഒരു എക്സിബിഷനായാലും എന്തായാലും സംഘടിപ്പിക്കുന്നതിന് വലിയ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് സംഘടിപ്പിക്കാനും
ആൾക്കാരെ സംഘടിക്കാനും ഒക്കെ കഴിയുള്ളൂ. എന്നെക്കൊണ്ട് പോലുള്ളവർക്കാണെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിട്ടും ഇത് നമ്മുടെ ജിഷിമോൾ ഇത്രയും ഓടി നടന്ന കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രത്യേക ഒരു കഴിവാണ്. ചിന്നൂസ് ആർട്സ് നടത്തുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് പോകാനുള്ള ജിഷിയുടെ ഈ വലിയൊരു ശ്രമത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ള ഗുരുജനങ്ങളെ, കലാകാരന്മാർ, കലാസ്നേഹികൾ, കഴിഞ്ഞ 17 വർഷമായി ഈ കലാപ്രസ്ഥാനവുമായി ജിഷിമോൾ മുന്നോട്ട് പോവുകയാണ്. ജീവിതവും കലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. എങ്കിൽ പോലും വളരെ സജീവമായി ജിഷിമോൾ ഇവ രണ്ടും ഒതുക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കല ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ്. കല നമുക്ക് സമാധാനവും സുഖവും സന്തോഷവും ഒക്കെ നൽകുന്ന ജീവിതത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് കല എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെയോ ഒരു കലാകാരൻ്റെ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ മനസ്സിൽ സ്വാംശീകരിച്ച് ഭാവനയിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ഉത്കൃഷ്ടമായ കല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കലകൾ മാത്രമേ ഇന്ന് ലോകത്തിൽ നിലനിന്നിട്ടുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കൊടുങ്കാറ്റായി മാറിയ ഒരു ചിത്രമുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, ഗൊർണിക്ക എന്ന ചിത്രം. സ്പാനിഷ് ചിത്രകാരനായ പാബ്ലോ പിക്കാസോ എന്ന വിശ്വവിഖ്യാതനായ ചിത്രകാരൻ വരച്ച ഗൊർണിക്ക എന്ന ചിത്രം. സ്പെയിനിലെ ഒരു നഗരമായ ഗൊർണിക്കയിൽ നാസികൾ ബോംബ് വർഷിക്കുക, 5 മണിക്കൂർ നിർത്താതെ ബോംബ് വർഷിക്കുകയും അതിനെതിരെ വരച്ച ചിത്രമാണ് ഗൊർണിക്ക എന്ന്. അത് വളരെ അധികം ലോകത്തിൽ ചർച്ചയാകുകയും ഒരു കലാകാരൻ എന്ന നിലയിൽ വിശ്വവിഖ്യാതി നേടിക്കൊടുത്ത ചിത്രമാണ് ഗൊർണിക്ക. അതുപോലെ ഉത്കൃഷ്ടമായ ചിത്രങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാലശേഷം ആ ചിത്രങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ചിത്രശില്പ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, TCP എന്ന് പറഞ്ഞിട്ട്, TCP തിരുവനന്തപുരം എന്ന് പറഞ്ഞു. ആ സംഘടനയുമായി ജിഷിമോൾ നടന്നു തുടങ്ങിയിട്ട് 5 വർഷത്തിലേറെയായി. ആ സംഘടനയുടെ TCPയുടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് ജിഷിമോൾ. നമ്മുടെ ഈ TCP സംഘടന ഒരു സാധാരണ വളരെ ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ നമ്മൾ ഇവിടെ പൊന്മുടിയിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. അവിടെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഒരു 11ഓളം ഇനം ചിത്ര പരിശീലന ഉപകരണങ്ങൾ നൽകുകയുണ്ടായി. അന്ന് ജിഷിമോൾ അവിടെ ആ സാധാരണ കുട്ടികൾക്ക് വേണ്ടി വളരെ നല്ല ഒരു പരിശീലനം കാഴ്ചവെച്ചു. പേപ്പർ ഉപയോഗിച്ചു, കളറുകൾ ഉപയോഗിച്ചു ചിത്രങ്ങൾ അല്ലെങ്കിൽ ക്രാഫ്റ്റുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് ജിഷിമോൾ വളരെ മനോഹരമായി കുട്ടികളുടെ ശൈലി തന്നെ ചെയ്ത് കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ജിഷിമോളുടെ വളരെ നല്ല മനസ്സിനെയാണ് കാണിക്കുന്നത്. ഇനിയും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകട്ടെ, ഈ ചിത്രങ്ങളെല്ലാം കാണാനായിട്ട് ആൾക്കാർ വരട്ടെ, ഈ ചിത്രങ്ങളെല്ലാം തന്നെ വിറ്റുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു.